ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 13/2/2026 കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഏത് കമ്പനിയിൽ നിന്നും 3.25 ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയത്? ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷൻ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാണിത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമിയിൽ കൃഷി ആരംഭിക്കുന്നതിന് ലോകബാങ്ക് സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? നവോത്ഥാൻ. മൂന്നാമത്തെ: ഡോർസൺസ് ക്രീക്ക് എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയനായ താരം 2026 ഫെബ്രുവരിയിൽ അന്തരിച്ചു. പേരെന്താണ്? ജെയിംസ് വാൻ ഡെർ ബീക്ക്. ഡോർസൺ ലീറി എന്ന കഥാപാത്രത്തെയാണ് ജെയിംസ് വാൻ ഡെർ ബീക്ക് അവതരിപ്പിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമായി 118.279 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനമാണ് 2026 ഫെബ്രുവരിയിൽ കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത്? ശെന്തൂരിണി വന്യജീവി സങ്കേതം, കൊല്ലം. നാട്ടിലെ നെല്ലൈ വന്യജീവി സങ്കേതമായും കളങ്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതമായും ശെന്തൂരിണി വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നു. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിൻ്റെ പേരെന്ത്? സേവാ തീർത്ത്. അടുത്തത്: ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ജാരോ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യക്കാരി ആരാണ്? ജ്യോതി ശർമ്മ. 5895 മീറ്റർ ഉയരമുള്ള കൊടുമുടി 2 ദിവസവും 19 മണിക്കൂറും 44 മിനിറ്റും എടുത്താണ് ജ്യോതി ശർമ്മ കയറിയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: റഷ്യയിൽ അമേരിക്കൻ കമ്പനിയായ വാട്സാപ്പിന് പകരം ഏത് മെസ്സഞ്ചർ ആപ്പ് ഉപയോഗിക്കാനാണ് തീരുമാനം? മാക്സ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: 2020 ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടിയ പ്രായം കൂടിയ താരം ആരാണ്? മുഹമ്മദ് നദീം. ഇദ്ദേഹം ഒമാൻ സ്വദേശിയാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: ലോക റേഡിയോ ദിനം എന്നാണ്? ഫെബ്രുവരി 13. അടുത്തത് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏത് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ് പാൽ പിരിക്കാതെയും തൈരും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാനുള്ള കൾച്ചർ സംഗ്രഹം വികസിപ്പിച്ച് പേറ്റന്റ് നേടിയത്? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല. ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിന് ചാനലൊന്ന്